ഗൈസ്, ഞാൻ ഇന്നില്ലേ ചെറിയൊരു സ്വീറ്റ് ഡെസേർട്ട് ആക്കാൻ പോകുന്നത്. നമ്മളെ പേരക്കയോട് വലിയ പേരക്ക ഗോവ എന്ന് പറയുന്നത് അത് ഇതിനോട് പറഞ്ഞാൽ ഞാൻ കുറെ യൂട്യൂബിലെല്ലാം കണ്ടതാണ്. കുറെ ബത്തക്കയോട് ആക്കുന്നത് കുറെ അങ്ങനെ. അപ്പൊ ഞാൻ ഇതിനൊരു പേരക്കയോട് ആക്കാം. ഇതിനൊരു പേരക്ക ഐസ്ക്രീം ആക്കാൻ നമുക്ക്. അപ്പൊ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ വലിയൊരു പേരക്ക, മിൽക്ക് മെയ്ഡിന്റെ ഡബ്ബ, പിന്നെ ടൂത്ത്പിക്കും, പിന്നെ എക്സ്ട്രാ ആയിട്ട് സ്വീറ്റ്നെസ് ഉണ്ട്. അതുകൊണ്ട് മിൽക്ക് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ പറഞ്ഞാൽ പേരക്കയും പൊതുവെ മുഴുകുന്നതാണ്. അപ്പൊ ഒരു സ്പൂൺ വേണം, ബേക്കിംഗ് വേണം, പത്ത് വേണം. അപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഇത്ര ഭാഗം നമുക്ക് ഒന്ന് മുറിക്കാം. ഇത് എന്തിനു പറഞ്ഞാൽ ഇതിന്റെ കവർ വാ ഗൈസ്, ദാ പിങ്ക് കളറിലെ ഗോവയാണ്. പിങ്ക് കാഴ്ച കാണുന്നില്ല. അതുകൊണ്ട് ഗൈസ് പിങ്ക് കളറാണ്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കത്തിയോട് ഇങ്ങനെ ആക്കിയിട്ട് അതൊക്കെ എടുക്കാം, മൊത്തം എടുക്കണം. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഇത് നമുക്ക് എൻ്റെ അമ്മേ ഇങ്ങനെ ഇടണം. ഈ ആദ്യത്തെ പൊരിച്ചത് പീസ് ഇടാം. അതിന് ഇതെല്ലാം മൊത്തം ക്ലീൻ ആക്കണം. അപ്പൊ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് കാണാം ഗൈസ്. ഇതൊക്കെ താഴെ വെക്കാം ഗൈസ്. ഇത് ചൊരണ്ടിട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ. കണ്ടോ, നല്ല ക്ലീൻ. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വലിയ അതിൻ്റെ മസാല തൈടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ മിക്സിയിലും വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കത്തിയോടോ സ്പൂണോടോ ഇങ്ങനെ സ്മാഷ് ചെയ്യാം. ഇങ്ങനെ സ്മാഷ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കണം. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ കത്തിയോടെ തന്നെ ഇതാക്കുന്നത്. ഈ സാധനം വീടാൻ വെക്കട്ടെ ഗൈസ്. ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഗൈസ് അതിൻ്റെ ഉള്ളിലത്തെ ഇല്ല മസാലയെല്ലാം ഞാനിങ്ങനെ കത്തിയോട് ഇങ്ങനെ സ്മാഷ് ചെയ്തിട്ട് ഇങ്ങനെ പീസ് കുറച്ച് കുറച്ച് പീസ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല. അതുപോലെ നമുക്കൊന്ന് കടിച്ചു കയറണമെങ്കിൽ നല്ല രസമല്ലോ വരി. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു അസിസ്റ്റന്റ് കൂടി ഉണ്ട്. കം ഗൈസ്. ഇപ്പൊ ഗൈസ് ഇതാണ് മാള് ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ ഇത് ഫില്ലാക്കാം നമുക്ക് ഇങ്ങനെ. ഗൈസ് വൈന്ന് വെള്ളം വരുന്നുണ്ട് ഗൈസ്. അത് അമ്മ നക്കി ഗൈസ്. എനിക്ക് ആദ്യം കുറച്ച് ഇടാം. അതെ, ഇത് ഫില്ലാക്കിയിട്ട് പോകണം. അതിപ്പം മറിയും ഗൈസ് മിക്കവാറും. ആദ്യമായിട്ട് ചെയ്ത ഗൈസ്, അതുകൊണ്ട് എനിക്കറിയില്ല. എല്ലാരും യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്നും ആക്കുന്നില്ല. ഡ്രാഗൺ ഫ്രൂട്ടിനോടും ആപ്പിളിനോടും ഓറഞ്ചിനോടും ബത്തക്കനോടും നമ്മ ഗൈസ് വെള്ളം വരുന്നുണ്ടോ ഗൈസ്? മതി. അതിനിതാ നേരത്തെ പകുതി മുറിച്ച സാധനമില്ലേ, അത് നമുക്ക് ഇങ്ങനെ 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 വെച്ചിട്ട് അതിന് ടൂത്ത്പിക്ക് കുത്താം. ഇതെങ്ങനെ ഭാഷയ്ക്ക് മുറിച്ചത് എങ്ങനെയാ വെച്ചോ. മാളുടെ കൈ വറക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് നമുക്ക് ഇത് കുത്താം. മറന്നു. യെസ് ഇപ്പം നാലെണ്ണം കുത്ത്. അതില്ലെങ്കിൽ നേരെ നിൽക്കൊന്നുമില്ല. താഴെ മരുന്നുണ്ട് ഗൈസ്. എല്ലാം കൊള്ളാമെന്നുണ്ട് തോന്നും. എന്നാലും നമുക്ക് ഒരു പാത്രം എടുക്കാം, ഒരു ബൗൾ എടുത്തിട്ട് ഒരു ബൗൾ എടുത്തിട്ട് പാത്രം എടുക്കാം ഗൈസ്. ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്. അതിന് ഗൈസ് ഒരു പാത്രത്തിൽ എടുത്തിട്ട് ഞാൻ വെക്കുന്നതാണ് ഇങ്ങനെ. എനിക്ക് ഫ്രീസറിൽ നമുക്കൊരു 2-3 മണിക്കൂർ വെക്കാം. നോക്കാം നമുക്ക് എങ്ങനെയാണോ. ഞാനിപ്പോൾ പോയിട്ട് ഫ്രീസറിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. 2 hours കഴിഞ്ഞ് നമുക്ക് എടുത്ത് കഴിക്കാം. എങ്ങനെയുണ്ട് നോക്കാം. സക്സസ് ആയി മിക്കവാറും കൊളാവാനാ ചാൻസ്. നമുക്ക് എടുക്കണം ഗൈസ്. ഇപ്പൊ അമ്മ ഫ്രിഡ്ജിൽ നിന്ന് അത് എടുക്കാൻ പോന്നെയാണ് ഗൈസ്. ഫ്ലോപ്പായി തോന്നു ഇട്ടാ അതാ നോക്കി അറിയില്ല. നോക്ക് ഗൈസ്. ഇങ്ങനെയാണ് സംഭവം. ഇത് നോക്കട്ടെ എങ്ങനെയാന്ന് നോക്ക. ദൈവത്തിന് അതെന്തിനു പൊക്കുന്ന മുറിച്ചാ പോരാ. അങ്ങനെ സെറ്റായിനോ ഇല്ലേ നോക്കാം ഗൈസ്. നമുക്ക് തൊപ്പിക്കല്ലേ എടുക്കുന്നത്. ഇല്ല, ഉറ്റുന്നുണ്ട്. വെള്ളമാണ് ഗൈസ്. ഗൈസിൻ്റെ ഉള്ളിലത്തെ ഇങ്ങനെ ഇനി നമുക്കിത് കോരി കൊടുക്കാം ഗൈസ്. എന്നാലും ടേസ്റ്റ് നോക്കാം. ഞാൻ ആദ്യം ടേസ്റ്റ് ആക്കട്ടെ, എൻ്റെ അഭിപ്രായം പറയാം ഗൈസ്. ഇതാക്കണ്ടോ വെള്ളം പോലെ നിന്നത്. എന്നാലും നമുക്ക് പായസം ആയിട്ട് കൊടുക്കാം. അതിൻ്റെ ഓട് നമുക്ക് പിന്നെ ഭയങ്കര തണുപ്പാണ്. മിൽക്ക് മെയ്ഡിൽ ഇട്ടിട്ട് ആക്കുന്നത് നേരെ കാണാം. എന്നാലും ഞാൻ 4 മണിക്കൂർ വെച്ചു. എനിക്ക് ഉറച്ചിട്ടാണ്. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മിസ്റ്റേക്ക് ആണെന്നും ആക്കിയുടെ മിസ്റ്റേക്ക് ആണെന്നില്ല. എന്നാൽ സംഭവം ഒന്ന് മാറ്റും. കോരി കൊടുക്കേണ്ട പോലെയുണ്ട്.
ഇന്ന് എന്തിപ്പോ പറഞ്ഞ കോരി വിട്ടുന്നതിന്റെ ഫുൾ സലാഡ് പറയാം, പേരക്ക സലാഡ് എന്ന് പറയാം. ഗൈസ് പിങ്ക് കഴിക്കുന്നുണ്ട്. ഉടച്ചിട്ടില്ലെങ്കിലും ജ്യൂസ് കോരി കൊടുക്കാം അല്ലേ. അതിന്റെ ഓട് ഞങ്ങൾ രണ്ടാലും ഹാഫ് ആക്കിയിട്ട് കഴിച്ചോളും. ഇപ്പൊ നമ്മ ഇത് പീസാക്കി ഇങ്ങനെ അപ്പൊ ഓടെല്ലാം മുറിച്ചിട്ട് ഓക്കെ എന്നും പറയുന്നതിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ ബൈ ഗുഡ് നൈറ്റ്.